സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. परमेश्वर की पवित्र नाम की स्तुति हो। इस सुंदर समय परमेश्वर ने अपने वचन के द्वारा उनके सामने आने को एक अवसर परमेश्वर ने प्रदान किया। मैं खुदा को धन्यवाद करते थोड़ी देर के लिए परमेश्वर के वचन से एक आयत आपके सामने रखना चाहता हूं। उसके लिए यूदा की पुस्तक उसकी 14 आयत से लेकर 18 आयत तक मैं पढ़ना चाहता हूं। അല്പസമയത്തെ ചിന്തയ്ക്കായി യൂദായുടെ ലേഖനം അതിന്റെ 14 വാക്യം മുതൽ 18 വാക്യം വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അവർ പിറുവിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പു പറയുന്നു, കാര്യസത്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മുഖങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും. അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ, അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തോലനായ യൂദായിലൂടെ സഭയുടെ ഉൽപ്രാവണത്തിന് മുൻപേ നടക്കേണ്ട പല വിഷയങ്ങളെക്കുറിച്ചുമാണ് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഈ വാക്യത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. യൂദായുടെ ലേഖനം മുഴുവനായിട്ടും അന്ത്യകാലത്ത് സംഭവിക്കേണ്ടതും ഈ അന്ത്യകാലത്തെ ആത്മീകരെന്ന് അഭിമാനിക്കുന്ന വ്യക്തികളുടെ ജീവിത നിലവാരങ്ങളെക്കുറിച്ചുമുള്ള ഒരു വ്യക്തമായ പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. अंतिम समय में आत्मिक जो मास्कुरेट करते हैं और उनकी जीवन की जिंदगी किस प्रकार होता है, इसके बारे में परमेश्वर की पवित्र आत्मा यूदा के द्वारा हमारे सामने पेश करते हैं. അപ്പോസ്തലനായ യൂദാ ഏകദേശം 16 പരം ക്യാരക്ടറിസ്റ്റിക്സ്, മോർ ദാൻ 16 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ people those who are masquerading as spiritually mentioned in his epistles. ഈ ലേഖനത്തിൽ ആത്മീകരെന്ന് അഭിമാനിക്കുന്ന 16 പരം ആൾക്കാരുടെ അനാത്മീക ജീവിതത്തിന്റെ നിലവാരങ്ങളെക്കുറിച്ചും മനോഭാവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി യൂദായുടെ ലേഖനത്തിൽ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. അതിൽ വേദപുസ്തകത്തിലെ ഒരു പ്രവാചകനായിരിക്കുന്ന ആദാം മുതൽ 7-ാമനായിരിക്കുന്ന ഹാനോക്കിന്റെ പ്രവചനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് അന്ത്യകാലത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. अंतिम समयों में परमेश्वर की पवित्र आत्मा हमें इस प्रकार अगुवाई देते हैं. हम किस प्रकार इस प्रकार की परिस्थिति में जीवन बिताना चाहिए और इस प्रकार की कोई मनो और एटीट्यूड, कोई स्वभाव हमारे व्यक्तिगत जीवन में है तो इसके परिवर्तन होने के बारे में परमेश्वर की पवित्र आत्मा सविस्तर से हमारे सामने ये पत्रिका लिखा गया है. 25 വാക്യങ്ങൾ മാത്രമുള്ളതാണെങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് വളരെ ശക്തമായ ഒരു പ്രബോധനവും താക്കീതും ഒരു മുന്നറിയിപ്പും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. Even though this epistle is having only 25 verses, but what are the ways we must be aware and we must be conscious, and what are the things to be warned in the last days? These are the things very clearly mentioned Apostle ജൂഡിയ. യൂദ അന്ത്യകാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധാത്മ നമ്മെ അനുസ്മരിപ്പിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിനകത്ത് 5-6 സിംബോളിക് ആയിട്ടുള്ള ഓർ
4-5 बातों को सिंबॉलिक रूप में हमारे सामने पेश करते और इलिस्ट्रेशन करते। इस प्रकार नहीं होना चाहिए. 4-5 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണ സഹിതം സ്ഥാപിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് അതിന്റെ 7ാമത്തെ വാക്യം पहली बात परमेश्वर की पवित्र आत्मा हमारे सामने पेश करते उसकी 7ാം ആയത്ത് 7ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുന്നത്. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളെ അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ച് നടന്നതിനാൽ നിത്യാജ്ഞയുടെ ശിക്ഷാവിൽ നശിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. यहाँ पर सोदोम और गोमोरा के बारे में हमारे सामने पेश करते. सोदोम और गोमोरा आज से लगभग 3500 साल से पहले, before 3500 years ago, there was an incident or illustration given by Sodom or Gomorrah. Sodom or Gomorrah കുറിച്ച് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുവാനിടയായി തീർന്നു. കോരസീനെ ബത്സയിദ ഈ പട്ടണങ്ങളിൽ നടന്ന അത്ഭുത പ്രവൃത്തികൾ, കോരസീൻ और ബത്സയിദ में परमेश्वर ने चमत्कार किया. അത്ഭുതങ്ങൾ നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ ആ പട്ടണങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ചും ആ പട്ടണങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നത് പോലെ സൊദോം और ഗൊമോറ പട്ടണത്തെ തീയും ഗന്ധവും അയച്ച് ആ പട്ടണത്തെ ഇന്നേക്ക് 3500 പരം വർഷങ്ങൾക്കപ്പുറത്ത് ഭസ്മീകരിച്ച് കളയുവാനിടയായി. जिस प्रकार परमेश्वर ने सोदोम और गोमोरा को आज से लगभग 3500 साल पहले स्वर्ग से आग और गंधक भेजकर उसको भस्मीकरण कर दिया, ये हमारे सामने पेश करते हैं. सालों के बाद भी अभी भी उस देश ऐसी मरुस्थल भियाबन के रूप में पड़े रहा है. 3500 വർഷങ്ങൾക്ക് മുമ്പ് യഹോവയായ ദൈവം ഉൽപ്പത്തി പുസ്തകം 19ാം അധ്യായത്തിൽ അയച്ച തീയും ഗന്ധവും അയച്ച പട്ടണങ്ങളെ ഉന്മൂലനാശം ചെയ്യിച്ചു. ആ പട്ടണങ്ങൾ ഇതുവരെയും ആർക്കും പണിയുവാൻ കഴിയാത്ത വിധത്തിൽ അത് മണൽക്കൂമ്പാരങ്ങളായി മാറുവാനിടയായി തീർന്നു. അതിനകത്തെ സ്വർണം വെള്ളികളെ ദൈവം കത്തിച്ചയച്ച ഒരു നദിയായിരുന്നു ഡക്ഷി അല്ലെങ്കിൽ ചാവുകടൽ. ഇന്നും അതൊരു മൃതസാഗരക്കെ രൂപേ ആജുവി. 6 शहर की सारे सोने चांदी धन दौलत सारे परमेश्वर ने जलाकर और इस प्रकार एक नदी में भेजा है. उस नदी भी अभी मृदक सागर के रूप में डक्षी के रूप में हमारे सामने पेश करते हैं. ये हमारे सामने दिखाते हैं कि परमेश्वर की अगर न्याय का दंड आ गया तो इस दुनिया में कोई बचाने वाला नहीं हो सकता है. ദൈവം ഒരു പട്ടണത്തെ നശിപ്പിച്ചാൽ, ദൈവം ഒരു ദേശത്തെ നശിപ്പിച്ചാൽ, ദൈവം ഒരു ദേശത്തിന് മേൽ മഹാമാരി അയച്ചാൽ, ദൈവം ഒരു ദേശത്തിന്റെ മേൽ ഒരു വലിയ ഒരു വിപത്ത് അയച്ചു കഴിഞ്ഞാൽ ദൈവത്താലല്ലാതെ ഒരു മനുഷ്യനും രക്ഷിക്കുവാൻ കഴിയത്തില്ല എന്ന് സോദോം ഗൊമോറ എന്ന പട്ടണത്തിലൂടെ പരിശുദ്ധാത്മ വ്യക്തമായി നമ്മെ അനുസ്മരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ജനമായ നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് मगर परमेश्वर की जन होने के नाते परमेश्वर की पवित्र आत्मा हमें इस प्रकार चेतावनी देते, इस प्रकार हमें देता है कि एक देश में एक प्रलय आने से पहले, एक देश में एक भयानक अवस्था आने से पहले खुदा ने अपने प्रिय जनों को बार बार चेतावनी देता है. हम परमेश्वर की जन होने के नाते, हम परमेश्वर की पवित्र आत्मा पाए हुए जन होने के नाते इस विषय पर हम सतर्क रहना, सावधान रहना. We must be watch out and we should pray for the nation that there would not be any fiery judgment should not happen that place. उस जगह के लिए हम प्रार्थना करना अनिवार्य है. എസെക്കിയേലിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പട്ടണത്തിൽ വരുന്ന നാശത്തെ കുറിച്ച് നാം അറിയിക്കുമ്പോൾ അതിൽ നാം വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും മതിൽ കെട്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. और इसलिए अंतिम समय में प्रत्येक से जागरूक होना चाहिए. इस प्रकार की इलिस्ट्रेशन के द्वारा ഈ പ്രകാര की ഉദാഹരണത്തിലൂടെ പരിശുദ്ധാത്മാ നമ്മെ അനുസ്മരിപ്പിക്കുന്നറിയാമോ? അന്ത്യകാലത്തിന്റെ തുടക്കം ദൈവസഭയുടെ ഓരോ ചുവടുകളും परमेश्वर की कलीसिया की हर एक कदम सावधानी से होना चाहिए, क्योंकि हम जो जीवित रहने का समय एक अंतिम समय है, उसका सारा लक्ष्य नबी होते जा रहा है.
നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അന്ത്യകാല ലക്ഷണങ്ങൾ എന്താണ്? അന്ത്യകാലം എന്നർത്ഥമാക്കുന്നത്, അന്ത്യകാലം എന്നർത്ഥമാക്കുന്ന സഭയുടെ ഉൽപ്രാപണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം, प्रभु यीशु मसीह का पुनरागमन जल्दी बादलों पर आने का समय आ चुका है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം വാതിക്കലെത്തി. ചർച്ച് ഇവിടുന്ന് ഉൽപ്രാവണം സംഭവിക്കപ്പെടുവാൻ സമയം സമാഗതമായി. അനേകർ വിശ്വാസത്യാഗത്തിലകപ്പെട്ടു, അനേകർ പരിശുദ്ധാത്മാവില്ലാത്തവരായി മാറി, അനേകർ ജഡമനുഷ്യരായി മാറി, അനേകർ ലോകസ്നേഹികളായി മാറി. ഇതെല്ലാം അന്ത്യകാലത്തെ കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന യൂദ പറഞ്ഞിരിക്കുന്ന അക്ഷരപ്രതി സംഭവങ്ങൾ കാണുമ്പോൾ ഓർക്കുക, നമ്മുടെ കർത്താവ് വാതിക്കലെത്തിക്കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ഇല്ലുസ്ട്രേഷൻ ആയിട്ട് യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളെ ഭസ്മീകരിച്ചു. അത് പിന്നെ ആർക്കും പണിയുവാൻ കഴിയാത്ത വിധത്തിൽ കിസീനെ പുനർ ഉദ്ധാരൺ നഹി കർ സക്താ, ഉസി പ്രകാർ പരമേശ്വർ ഉസ് ശഹർ കോ നാശ് കർ ദിയ. അതിനെ പിന്നാരും പണിയുവാൻ കഴിയാത്ത വിധത്തിൽ ആ പട്ടണത്തെ ദൈവം നശിപ്പിച്ചു കളയുവാനിടയായി. ഇനി 5-ാം വാക്യത്തിൽ, നിങ്ങളോ സകലം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം, ഇസ്രായേൽ ജനത്തെ, ഇസ്രായേലി ലോകം കോ പരമേശ്വർ കെ മിസ്ർ സെ ഗുലാമി സെ ബച്ചായ. 5-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നതാണ്, നിങ്ങളോ സകലം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, ദുബാര പരമേശ്വർ की दुआ से हमारे सामने याद दिलाने को he would like to remind us. ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഒരിക്കൽ കൂടെ एक और बार परमेश्वर की पवित्र आत्मा हमें याद दिलाते हैं कि क्या याद दिलाते. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, പക്ഷേ വിശ്വസിക്കാത്തവരെ പിന്നെ നശിപ്പിച്ചു കളയുവാനിടയായി. परमेश्वर की वचन पर विश्वास नहीं करते, यीशु मसीह पर विश्वास नहीं करते, प्रभु यीशु मसीह के पुनरागमन के बारे में विश्वास नहीं करते. യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച്, ദൈവവചനത്തിന്റെ സത്യങ്ങളെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശ്വസിക്കാതെ നിന്നാൽ, വിശ്വാസം നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ, പ്രിയരെ, അന്ത്യകാലത്ത് പലരും വിശ്വാസം നഷ്ടപ്പെട്ട് കളയുവാനിടയായിത്തീരും. യേശുവിന്റെ പുനരാഗമനത്തിനു മുന്നമേ പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അവരെല്ലാം മരുഭൂമിയിൽ പെട്ടുപോയി എന്ന് പുറപ്പാട് പുസ്തകത്തിൽ, संख्या पुस्तक में और निर्गमन के पुस्तक में बार बार परमेश्वर की पवित्र आत्मा उनको इस प्रकार अनुरोध किया, अगर तुम लोग विश्वास नहीं किया तो मरुस्थल में जिस प्रकार उन लोग की कारकेस, उनकी पार्थ शरीर वहां पर गिर पड़ा, അവരുടെ ശരീരം മരുഭൂമിയിൽ വീണുപോയതുപോലെ നിങ്ങളും വീണുപോകാതിരിപ്പാൻ വിശ്വസിക്കുവീൻ. പരമേശ്വർക്ക് വചൻ पर विश्वास करो, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിപ്പീൻ, യേശുവിന്റെ പുനരാഗമനത്തിൽ വിശ്വസിപ്പീൻ, യേശുവിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിപ്പീൻ. ഈ ലോകത്തിൽ നടക്കുന്ന ഈ വിധമായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ത്യകാലത്തെ വിലയിരുത്തി നമ്മുടെ തല ഉയർത്തേണ്ട ആവശ്യമായിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ വീണ്ടെടുപ്പ് വാതിക്കലെത്തി എന്ന കാര്യം ബോധപൂർവം നാം മറന്നു കളയരുത്. വിശ്വസിക്കാത്ത പലരും പട്ടുപോയതായിട്ട് യൂദായുടെ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. ഇനി അടുത്തതായിട്ട് 6-ാം വാക്യത്തിൽ പറയുന്ന മൂന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ, तीसरी इलिस्ट्रेशन യൂദാ की पत्री इसकी 6वां अध्याय में യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിൽ പറയുന്ന അടുത്ത കാര്യം ഇതാണ്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് ഫാളൻ ഏഞ്ചൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ആ അധർമ്മികളായ ദുഷ്ടന്മാരായിരിക്കുന്ന സോദോം ഗൊമോറയിലെ മനുഷ്യരെ കുറിച്ച്, അവർ ദുർനടപ്പാചരിച്ച ജനത്തെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. രണ്ടാമതായിട്ട് ഇസ്രായേൽ ജനത്തെ കുറിച്ച്,
विश्वसिकेंड जन्म इस्राएली जन जो विश्वास करने वाला था, वे लोग विश्वास नहीं किया, इसलिए परमेश्वर ने उस व्याधि को मरुस्थल में उसकी कारकेस गिरना पड़ा। ഇസ്രായേൽ ജനം വിശ്വസിക്കേണ്ടവരായിരുന്നു. അവരെ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നത് ദൈവന്റെ ഹൃദയത്തിൽ വലിയൊരു വിശ്വാസം തന്നതാണ്. പക്ഷെ വിശ്വാസം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ ഫലമായി അവർ പട്ടുപോകുവാനിടയായി. മൂന്നാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൂതന്മാരെ കുറിച്ചാണ്. ദൂതന്മാരോട് പോലും ദൈവം ആ കാര്യത്തിൽ ദയവ് കാണിച്ചില്ല എന്നുള്ളതാണ്. വാസസ്ഥലം വിട്ടുപോയി, സ്വന്തമായ അസ്തിത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദെയർ ഡിഗ്നിറ്റി നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൂതന്മാരെ ദൈവം അന്ധതമസിന്റെ ചങ്ങലയിട്ട് അവർ വിധിക്കായി അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവരെ നരകവിധിക്കായി കാപ്പിച്ചിരിക്കുന്നു. ഈ 3 ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമായി പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയാണ് അന്ത്യകാലത്ത് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച്. अंतिम समयों में हम विश्वास रखने की 3 उदाहरण हमारे सामने परमेश्वर के दास के द्वारा പേഷ് കിയാ ഹെ. ദൈവത്തിന്റെ ദാസനിലൂടെ നമ്മെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ ലോകത്തിൽ മനുഷ്യർ വിശ്വാസിയാണെങ്കിൽ അവൻ വിശ്വാസമുള്ളവനായിരിക്കണം. രണ്ടാമത്, ഈ ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരോട് കരുണ കാണിച്ചില്ല. മൂന്നാമതായി, ലോകത്തിൽ സോദോമോർ ഗോമോറ അന്യജനം മോഹിച്ച് ദുർനടപ്പാചരിച്ചതിന്റെ ഫലമായ പട്ടണങ്ങളെ ദൈവം നശിപ്പിച്ചു കളയുവാനിടയായി. ഇനി അടുത്ത ഒരു ഉദാഹരണം കൂടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മോശയെ കുറിച്ചാണ്. മോശയുടെ ശരീരത്തെ കുറിച്ച് അതിന്റെ 9-ാമത്തെ വാക്യം, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ മോശയുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 33 and 34, മോശ എവിടെയാണ് അടക്കിയെന്ന് ആർക്കും അറിയത്തില്ല. ദൈവനെ അടക്കുവാനിടയായിത്തീർന്നു. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്ന ഇങ്ങനെയാണ്: മോശയുടെ ശവകുടീരം ഇതുവരെയും ആരും കണ്ടിട്ടില്ല. മോശ അടക്കി, പക്ഷെ മോശ ഉയർത്തെഴുന്നേറ്റു എന്ന് പിന്നീടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോഴും ഈ വാക്യങ്ങൾ കാണുമ്പോഴും കാണുവാൻ കഴിയും. പക്ഷെ മോശയുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കാതിരിക്കുവാൻ मूसा की शरीर पुनरुत्थान ना होने के लिए शैतान ने बार बार उसके विरुद्ध में खड़े हो गया. എന്തുകൊണ്ടാണ് മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ ഉയർക്കാതിരിപ്പാൻ വാദിച്ചത്? കാരണം മോശയോട് ദൈവം പറഞ്ഞു, നീ രണ്ടാമത് പാറയടിക്കരുത്. നിർഗമൻ की पुस्तक 17-ാം അധ്യായമേ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, കൽപ്പിക്കുക മാത്രമേ ചെയ്യാവൂ, രണ്ടാമത് നീ പാറയടിക്കരുത്. പാറയടിച്ചതിന്റെ ഫലമായിട്ട് അവൻ കനാൻ നാട്ടിൽ കയറുവാൻ കഴിഞ്ഞില്ല. ദൂരവേ നിന്ന് കാണുവാനേ കഴിഞ്ഞുള്ളൂ. ये हमारे सामने पेश करते हैं, अगर मूसा के ऊपर परमेश्वर ने दया नहीं किया तो, മോശയോട് പോലും ദൈവത്തിന് കരുണ കാണിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് എത്തപ്പെട്ടിരിക്കുന്ന നമ്മോട് ഒരിക്കൽ നാം പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം അനുഭവിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും നന്മയും അനുഭവിച്ചിട്ട് പിന്മാറിപ്പോയാൽ അവൻ ക്രിസ്താവിന് ലോകാപവാദം വരുത്തുന്നവരും അവനെ പിന്നെയും ക്രൂശിൽ കയറ്റുന്നവരുമായിരിക്കാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് പറയുകയാണ്, നാം അന്ത്യകാലത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ അന്ത്യകാലത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയാൽ നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ യൂദാപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മയെ അനുസ്മരിപ്പിക്കുകയാണ്. हम अंतिम समय में आप पहुंचा है, इसलिए विश्वास और आशा परमेश्वर से प्रेम से एक मसीही जिंदगी को बनाए रखने के लिए परमेश्वर की दास के द्वारा हमें अगुवाई देता है. നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ഉദാഹരണത്തെ പരിശുദ്ധാത്മ ബിലയാമിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂലി കൊതിച്ച 11-ാമത്തെ വാക്യത്തിൽ 2 പേരെ കുറിച്ചാണ്, 3 വ്യക്തികളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 വ്യക്തിयों के बारे में वहां पर जो दिया गया है, 3 വ്യക്തികളെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ, അവർ കയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവരെല്ലാവരും നശിച്ചു പോകുന്നവരുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ്. 10-ാമത്തെ, ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു,
ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. മനുഷ്യ സിന്ദഗി കെ ഏക് സൂചിക വഹാം പർ ദിയാ ഗയാ ഹൈ. ഈ വർത്തമാന കാലഘട്ടത്തിലെ ഈ പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നാലാമതായി നൽകുന്ന 3 വ്യക്തികളുടെ ഉദാഹരണങ്ങളാണ്. 1 കയീനെ പോലെയുള്ള വ്യക്തി, 2 ബിലയാമിനെ പോലെയുള്ള വ്യക്തി, 3 കോരഹിനെ പോലെ ദൈവത്തോട് മത്സരിക്കുന്ന വ്യക്തികൾ. ഈ 3 വ്യക്തികളും തങ്ങളെ തന്നെ നശിപ്പിച്ചു കളഞ്ഞുവെന്നാണ്. ये तीनों व्यक्ति परमेश्वर की वचन को आज्ञाकारी नहीं हुआ, इसलिए अपने आप को नष्ट कर दिया. 3 വ്യക്തികളെയാണ് യൂദാവ് 11-ാം വാക്യം മുതൽ 11-12 വാക്യങ്ങളിൽ പരിശുദ്ധാത്മ യൂദാ അപ്പോസ്തലനോട് നൽകുന്ന ഇങ്ങനെയാണ്. 1, അവർ കയീന്റെ വഴിയിൽ നടക്കുക. ഡു നോട്ട് വാക്ക് ഇൻ ദ വേസ് ഓഫ് കയീൻ. കയീൻ കി രാസ്ത പർ നഹി ചൽന. കയീൻ അവൻ സ്വാഭാവിക പ്രയത്നത്താൽ ദൈവത്തിന്റെ നീതി പ്രാപിപ്പാൻ ആഗ്രഹിച്ചു. അവൻ പട്ടുപോകുവാനിടയായി തീർന്നു. 2-മതായിട്ട് ബിലയാം കൂലിക്ക് വേണ്ടി പ്രവചിച്ചവനാണ്. പണത്തിനു വേണ്ടി ജീവിതത്തെ അവർ ഒഴിഞ്ഞു വെക്കുന്ന വ്യക്തികളുടെ അവസാനം ഇങ്ങനെയായിരിക്കും. 3-മതായി കോരഹിനെ പോലെ മത്സരികളായി തീരരുത്. ദൈവത്തിന്റെ പ്രമാണത്തിന്, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിനൊരിക്കലും മത്സരികളായി തീരരുത്. മത്സരികൾ വരേണ്ട ദേശത്ത് പാർക്കുവാനിടയായി തീരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മെ അനുസ്മരിപ്പിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഈ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ ആത്മാവ് നമ്മോട് പറയുകയാണ്. 4 ഉദാഹരണങ്ങളെ 4 പ്രത്യേക സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. 1-മതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക, ദുർമടത്മാചരിച്ച സോദോം ഗൊമോറ പട്ടണം ഇന്നും പണിയാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ കയ്യിൽ വീഴുന്ന എത്ര ഭയങ്കരമാണ്. അത് പിന്നെ പണിയുവാൻ കഴിയത്തില്ല. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് സൊദോം ഗൊമോറയെ പണിയുവാൻ ആര് വിചാരിച്ചാലും കഴിയാത്ത വിധത്തിൽ ആ പട്ടണം എന്ന് വലിയ മഹാമരുഭൂമിയായി മാറിപ്പോയി. 2-മതായിട്ട് ഇസ്രായേൽ ജനത്തിൽ പലരും മരുഭൂമിയിൽ പട്ടുപോയി. 5-ാം വാക്യത്തിൽ വായിക്കുന്ന അവർ വിശ്വസിക്കാകിയാൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാകിയാൽ അവർ മരുഭൂമിയിൽ ഒരു പട്ടുപോകുവാനിടയായി. 3-മത്തെ സ്വർഗത്തിലെ ദൂതന്മാരോട് പോലും അവർ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാത്തതിനാൽ, സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാത്തതിനാൽ, they did not keep the dignity. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അന്തസ്സിനെയും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അഭിമാനത്തെയും ഡിഗ്നിറ്റിയെയും ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മകനാണ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ദൈവം എന്നെ നിന്നെ മാന്യതയോടെ സൃഷ്ടിച്ചു, മാനമുള്ളവനാക്കി, മാനിയുള്ളവളാക്കി ദൈവം ലോകത്തിലാക്കി വച്ചിരിക്കുന്ന परमेश्वर हमें एक इज्जत सम्मान दिया है. उस सम्मान के अनुसार जीवन बिताने के लिए खुदा ने हमें अगुवाई दिया है. അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് ബന്ധിച്ചുവെങ്കിൽ ദൈവം എനിക്കും നിനക്കും നൽകിയ ദൈവത്തിന്റെ പൈതൽ परमेश्वर की संतान ഈ ഐഡന്റിറ്റി ഒരിക്കലും പഹചാൻ कभी भी नष्ट नहीं होना है. प्रभु ने दिया हुआ ये महान जो डिग्निटी ये परमेश्वर ने दिया हुआ ये महान सम्मान कभी नष्ट नहीं होना. ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്നുള്ള അന്തസ് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നാം നശിച്ചു പോകുവാനിടയായി തീരും. 3-മതായിട്ട് 4-മതായി കൊടുത്തിരിക്കുന്ന വ്യക്തി മോശയെ കുറിച്ചാണ്. ജനത്തിന്റെ മത്സരം കണ്ടിട്ട് താൻ കോപിഷ്ഠനായി പാറയടിച്ചു കളയുവാനിടയായി തീർന്നു. ഇബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 20-26 മുതലുള്ള വാക്യത്തിൽ അവിടെ വായിപ്പാൻ കഴിയുന്ന ഇങ്ങനെയാണ്. എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മെ അനുസ്മരിപ്പിക്കുന്ന സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ 29-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 10:29, ദൈവപുത്രനെ ചവിട്ടിക്കളയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്ത എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തീരും. പ്രയാശിച്ചോ പരമേശ്വരനെ ഹമേ അഗുവായി ദിയ. മോശയ്ക്ക് എന്തുകൊണ്ട് വാഗ്ദത്ത ദേശം പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല? ഒരു പ്രാവശ്യം മാത്രമേ യേശുവിനെ ക്രൂശിൽ
ദുബാര ചണാനെ को അനുമതി नहीं है. നീ 2 പ്രാവശ്യം യേശുവിന്റെ ദൈവത്വമേ പിന്നെയും പിന്നെയും ചവിട്ടിക്കളയരുത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച നീ परमेश्वर की वचन की सच्चाई प्राप्त किया. आप और मैं फिर बार बार यीशु मसीह को सूली पर न चढ़ाना, परमेश्वर की पवित्र आत्मा को पीछे और अपने पैरों के नीचे रोकना नहीं. ദൈവത്തിന്റെ ആത്മാവിനെ ഒരിക്കൽ പോലും ദുഃഖിപ്പിക്കരുത്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. അതുപോലെ ഫേസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഫേസ്യോं की पत्री 4:30 में ये दिया गया है, परमेश्वर की पवित्र आत्मा को शोकित नहीं करना. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. എന്റെ നിങ്ങളുടെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്നതാണ്. എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്? ദൈവസഭയാകുന്ന എന്നെയും നിങ്ങളെയും ഒരുക്കിയെടുത്ത് കർത്താവിന്റെ മണവാട്ടിയാക്കി പിതാവിന്റെ സ്ഥലം മധ്യാകാശത്തിൽ പ്രതിഫലം വിഭാഗിക്കുമ്പോൾ കറാച്ചുളുക്കം മുതലായി ഒന്നുമില്ലാത്ത കളങ്കിയായ ഒരു സഭയായി നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ദുഃഖിപ്പിക്കുന്ന വഴികൾ ഉണ്ടാകരുത്. സംഭവിച്ചാൽ മോശയ്ക്ക് വാഗ്ദത്ത നാട്ട് കാണാൻ കഴിയാത്തതുപോലെ നാമും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകേണ്ടതായി വരും. 5-ാമത്തെ കാര്യം, 3 വ്യക്തികളെയാണ് നമ്മുടെ മുമ്പിൽ നിരത്തുന്നത്. 3 വ്യക്തികൾ. 1-ാമത്തെ വ്യക്തി കയീൻ, 2-ാമത്തെ വ്യക്തി പഹലെ വ്യക്തി കയീൻ, 2-ാമത്തെ വ്യക്തി ബിലയാം, 3-ാമത്തെ വ്യക്തിയെ കുറിച്ച് പറയുന്ന പരിശുദ്ധാത്മാവോട് കൊടുത്തിരിക്കുന്ന കോരഹ് പുത്രന്മാർ. 3 പേരും 3 തരത്തിലാണ് ദൈവത്തിന്റെ നഷ്ടപ്പെട്ടു പോകുവാനിടയായിത്തീർന്നത്. കയീൻ ആരാധനാ വിഷയത്തിൽ അവൻ തെറ്റിപ്പോകുവാനിടയായിത്തീർന്നു. കയീൻ ആരാധനക്ക് സംബന്ധമേ उन्होंने गलती कर दिया. ആരാധനാ വിഷയത്തിൽ there is a principle in worship. ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവിനെ ആരാധിക്കേണ്ടതിന് പകരം മറ്റു പലതിനെയും ആരാധിച്ചാൽ കയ്യിന് പറ്റിയ പരാജയം അവിടെയാണ്. അവൻ ആരാധിക്കേണ്ട രീതിയിൽ the principles he lost. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുവിനെ പരീക്ഷിക്കുവാൻ സാത്താൻ വന്നപ്പോൾ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം, ഇതിന്റെ മഹത്വം തരാം, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് സാത്താൻ പറഞ്ഞപ്പോൾ सातान ने प्रभु यीशु मसीह को परीक्षा करने के आते मत्ती की सुसमाचार 4 अध्याय में മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശുവിനോട് പറഞ്ഞ ചോദ്യം ഇതാണ്, ഇതിന്റെ മഹത്വം ഭൂമിയും അതിന്റെ മഹത്വമല്ല ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാൽ മതി. അപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ സേവിക്കാവൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. വർഷിപ്പ് ഓൺലി ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിന് മാത്രമാണ് ആരാധന കൊടുക്കേണ്ടത്. ഇത് നഷ്ടപ്പെടുത്തിക്കളയുവാൻ നാം പലപ്പോഴും ആരാധന നഷ്ടപ്പെടുത്തിക്കളയും. ദൈവത്തെ ആരാധിക്കും. വീട്ടിലായാലും ആ ഹോളിലായാലും എവിടെയായിരുന്നു, ജോലി സ്ഥലത്തായിരുന്നാലും എവിടെയായിരുന്നാലും ദൈവത്തെ ആരാധിക്കേണ്ട ജനം ആരാധിച്ചേ മതിയാകും. പുതിയ നിയമത്തിൽ ആരാധനയ്ക്ക് പർട്ടിക്കുലർ സ്ഥലം കൊടുത്തിട്ടില്ല. 2-3 പേർ എന്റെ നാമത്തിൽ കൂടുവരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. എവിടെ ഇരുന്ന് ആരാധിച്ച്, വീട്ടിലായാലും നാം ഏത് സ്ഥലത്തിരുന്നാലും അവിടെ ദൈവത്തെ ആരാധിക്കേണ്ട കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നാം അങ്ങനെ ഒരു ആരാധന വെളിപ്പെടട്ടെ. രണ്ടാമതായിട്ട് ബിലയാം കൂലി കൊതിച്ച് പ്രവചിച്ചവൻ പണത്തിനു വേണ്ടി പ്രവചിച്ചാൽ നഷ്ടത്തിലേ പര്യവസാനിക്കത്തുള്ളൂ. പുതിയ നിയമത്തിലെ ഒരു ശുശ്രൂഷകളും പണത്തിന് വേണ്ടിയുള്ളതല്ല. അതെല്ലാം അതിന്റെ പിറകാലെ വരുവാനിടയായിത്തീരും. മുമ്പേ അവന്റെ രാജ്യം നിന്ന് രക്ഷിക്കാതോടുകൂടി ഒക്കെയും തരാമെന്നല്ല ചെയ്ത കർത്താവ് ആദ്യം ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം തരുവാൻ വിശ്വസ്തനായ കർത്താവാണ്. മൂന്നാമതായി കൊടുത്തിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നത് കോരഹിന്റെ മത്സരം. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി परमेश्वर की व्यवस्था के विरुद्ध में, परमेश्वर की वचन के विरुद्ध में, परमेश्वर की दासों के विरुद्ध में, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി, ദൈവം തെരഞ്ഞെടുത്തവർക്ക് വിരുദ്ധമായി, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി നാം പ്രവർത്തിച്ചാൽ കോരഹിനെ പോലെ മത്സരത്തിൽ തകർന്നു പോകുവാനിടയായിത്തീരും. ഈ 5 ഉദാഹരണങ്ങൾ യൂദാപ്പോസ്തലൻ നമ്മുടെ മുമ്പിൽ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ये 5 बातों को परमेश्वर के दास ने हमारे सामने पेश करते, इस अंतिम समयों के बारे में हम सावधान रखना आवश्यक है.
ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ 5 ഉദാഹരണങ്ങൾ ധാരയും പിന്നെയും വളരെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യർ എപ്രകാരമുള്ള മനോഭാവങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉള്ളതായിരിക്കും. ഇതുമൊത്തം ഇല്ലുസ്ട്രേഷൻ പറയുമ്പോൾ അടുത്തതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകൾ പരിശുദ്ധാത്മ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? വാട്ട് ആർ ദി ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാസ്റ്റ് ഡേ? ദേ പ്രൊഫൗണ്ട് ഓർ ദേ themselves say they are spiritual. ആത്മീകരെന്ന് പറയപ്പെടുന്ന വ്യക്തികൾ അന്ത്യകാലത്തെ മനോഭാവങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഏകദേശം 9-10 കാര്യങ്ങളാണ്. ഒന്ന്, അവർ നിങ്ങളുടെ സ്നേഹശക്തികളിൽ മറഞ്ഞു കിടക്കുന്ന പാറക്കഷണങ്ങൾ. आपके साथ बहुत बड़ी चिकनी चुपड़ी बातें करते हैं, मगर आपकी भोजन की अंदर की जो एक छोटा सा पत्थर की समान है. ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇവർ നിങ്ങളുടെ സ്നേഹതത്വങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. നമ്പർ 1, അന്ത്യകാലത്ത് ആത്മീകരെന്ന് അഭിമാനിക്കുന്നവർ പലപ്പോഴും വിശ്വാസത്തിന് യോഗ്യന്മാരല്ല. നമുക്ക് പലപ്പോഴും ലഭ്യമാകേണ്ട നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന പല വഴികളും അതിനു മുമ്പിലുണ്ട്. രണ്ടാമത്, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച ഭയം കൂടാ നിങ്ങളെ തീറ്റുന്നവർ. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട് കൂടെ ഇരിക്കുന്നവർ തന്നെ. ആപ്കെ സംഗ് സംഗ് ചലത്തെ മഗർ ആപ്കെ വിരുദ്ധ മേ ഹോഗാ, ആപ്കോ മാലൂം നഹീ പടേഗാ. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, കാറ്റ് കൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ബാദൽ ഹേ മർസ്മേ ബാരിഷ് നഹീ ആയേഗാ, കാറ്റ് കൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. രണ്ടാമത്തെ സ്പിരിച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എൻഡ് ടൈം. अंतिम समयों में दूसरी मनोभावना, दूसरी एटीट्यूड जो है, इस प्रकार जो बताते हैं कि കാറ്റ് കൊണ്ട് ഓടുകയാണ്. ആ മേഘങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്യും, ഇപ്പോൾ അഭി വർഷ ഹോ ജായെംഗെ, ഹം സോച്ചെംഗെ മഗർ കോയി വർഷ നഹീ ഹോഗാ. ലാസ്റ്റ് ടൈം, എൻഡ് ടൈം സ്പിരിച്വാലിറ്റിയാണ്. വി മസ്റ്റ് ബി വെരി കെയർഫുൾ. ഈ കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. മൂന്നാമത്തേത്, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ഇല കൊഴിഞ്ഞ് ഫലമില്ലാതെ രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ഒരു വൃക്ഷത്തെ പോലെയാണ് എ റൈച്ചസ് മാൻ അക്കോർഡിംഗ് ടു ദ ബൈബിൾ ജസ്റ്റ് ലൈക്ക് എ ട്രീ. അതിന്റെ വേരുകൾ താഴത്തിലേക്കാണ് നിൽക്കുന്നത്, മുകളിൽ അതിന്റെ ഇലകൾ മാത്രമാണ്. ഇവിടെ വായിക്കുന്ന 3 ക്യാരക്ടറിസ്റ്റിക്സുകളാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ഇലയില്ലാത്ത ഒരു തണലും ആർക്കും ലഭ്യമാകത്തില്ല. രണ്ടൊരു 2 times died, രണ്ടൊരു ചത്തു, വേരറ്റുപോയ, ഏത് സമയത്തും വേരറ്റുപോയ വൃക്ഷം കടപുഴുകാൻ ചാൻസ് ഉണ്ട്. സങ്കടങ്ങൾ വരുമ്പോൾ കടപുഴുകിപ്പോകുവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള അനാത്മീകന്മാരെ കൊണ്ട് നിറഞ്ഞ അന്ത്യകാല ലക്ഷണങ്ങൾ. 13-ാമത്തെ വാക്യം വേഴ്സ് 13-ൽ അടുത്ത ക്യാരക്ടറിസ്റ്റിക്, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരികൾ. They never think about the shame. They never think about the shamefulness. അവർക്കൊരിക്കൽ പോലും ഒരു വിഷയത്തെക്കുറിച്ച് നാണക്കേട് തോന്നാത്തവർ. മനുഷ്യനെ ഭയവും ദൈവത്തെ ഭയം, മനുഷ്യനെ ശങ്കയുമില്ലാത്തവർ. They never shame. അവർക്കൊരിക്കൽ പോലും ഷെയിം തോന്നാത്ത മനുഷ്യർ. किसी बात के लिए कोई शर्म नहीं होता है, ऐसी परिस्थिति होगा. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇവിടെ തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ ചെന്നായ്ക്കൾ, കൊടിയ കടൽത്തിരകൾ തുള്ളി വരുന്നത് പോലെ. और जिस प्रकार लहरें समुद्र की लहरें ऊपर ऊपर आते हैं. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിപ്പാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ വായിപ്പാൻ കഴിയും, ദുഷ്ടന്മാർ കലങ്ങി മറിയുന്ന കടൽ തിരക്ക് സമാനം. അതിനടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല, ചേറും ചെളിയും മുകളിലേക്ക് വരുന്നു. യെശയ്യാ നബी के पुस्तक में इस प्रकार जो बता कि दुष्ट लोगों को शांति नहीं है, उसके अंदर से सारे कीचड़ उबल कर बाहर आ जाते हैं. അന്ത്യകാലത്ത് അനാത്മീകരെന്ന് പറയപ്പെടുന്ന വ്യക്തികൾ, അവർക്കൊരിക്കൽ പോലും ക്യാരക്ടർ സൂക്ഷിക്കുവാൻ കഴിയത്തില്ല. അവർ ഷെയിമായിട്ട് അഷെയിമായി ഒരു ജീവിതം നയിപ്പാനിടയായിത്തീരും. നാണക്കേടെന്നറിയത്തില്ല, ഡിഗ്നിറ്റി ഉണ്ടായിരിക്കത്തില്ല.
അന്തസ് നഷ്ടപ്പെടുവാനിടയായിത്തീരും. ഈ അന്ത്യകാലത്തിന്റെ ആത്മീയ ലക്ഷണങ്ങൾ അതാണ്. അടുത്തത് വായിക്കുന്നത്, സദാകാലത്തെയും അന്ധതമ സൂക്ഷിച്ചു വരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? വീണുപോയ ദൂതന്മാരെയാണ് അനുസ്മരിപ്പിക്കുന്നത്. ഫാളൻ ഏഞ്ചൽസ്, ഗിലാഹുവ ഏഞ്ചൽസ് കെ ബാരെ മേ ബതാത്തെ ഹൈ കി, അതെപ്പോഴും വക്രഗതിയിലൂടെയാണ് ചിന്തിക്കുന്നത്. പ്രിയരെ, ഈ വിധമായിരിക്കുന്ന ആറ്റിറ്റ്യൂഡായിരിക്കും അന്ത്യകാലത്തിന്റെ ലക്ഷണമായി പരിശുദ്ധാത്മാവ് പറയുന്നത്. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഇപ്രകാരമുള്ള ആറ്റിറ്റ്യൂഡുകൾ, സ്നേഹസക്തികൾ മറഞ്ഞിരിക്കുന്ന കല്ലുകൾ, വെള്ളമില്ലാത്ത മേഘങ്ങൾ, രണ്ടുരുചത്തും ഇലയറ്റും പോയ വൃക്ഷങ്ങൾ, കൊടിയ നാണക്കേട് നിരച്ചു തള്ളുന്ന കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമ സൂക്ഷിച്ചു വയ്ക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ, ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളെ കുറിച്ചാണ് അന്ത്യകാലത്ത് യൂദാപ്പോസ്തലൻ പറയുന്ന. ഈ സ്വഭാവങ്ങൾ നമ്മുടെ ചുറ്റുപാടും ആത്മീകരെന്ന് പറയപ്പെടുന്നവരുടെ മധ്യത്തിലുണ്ടെങ്കിൽ ഓർക്കുക, ഇത് അന്ത്യകാലമാണ്. ये सारे बातें आपके सामने और मेरे सामने परमेश्वर की पवित्र आत्मा जो बताया हुआ, ये बात प्रकट होता है तो पवित्र आत्मा बताते हम अंतिम समयों में आप पहुंच जाए. നാം അവസാന നിമിഷങ്ങളിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. സമയം തീരാൻ പോവുകയാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, ആദാം മുതൽ ഏഴാമനായിരിക്കുന്ന ഹാനോക്കിനെ കുറിച്ചുള്ള ഹാനോക്ക് പറഞ്ഞൊരു പ്രവചനമാണ്. വേദപുസ്തകത്തിലെങ്ങും ആ പ്രവചനമില്ലെങ്കിൽ തന്നെയും വേദപുസ്തകത്തിന് സമാന്തരമായ ഒരു പുസ്തകമായ ടെല്ലമർനായിൽ പറയപ്പെടുന്ന ഒരു പ്രവചനമായിട്ടാണ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വരും. ഒലിവുമലയിൽ അവന്റെ പാദങ്ങൾ ടച്ച് ചെയ്യും. അതിനു മുമ്പായി വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് പുറപ്പെടുവാനിടയായിത്തീരും. ഈ അന്ത്യകാലത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലാസ്റ്റ് വാർണിംഗായി നമ്മോട് പറയുന്നത്, അന്ത്യകാലത്തത് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 1-2 പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞിട്ട് വളരെ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങളോ പ്രിയമുള്ളവരെ, പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. As a spiritual man you should remember one thing. As a spiritual man you should remind this thing. ഒരാത്മീകൻ എന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാ നമ്മെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തോലിക് ടീച്ചിങ്സ് ഒരിക്കൽ പോലും മറന്നു പോകരുത്. യു ഷുഡ് നോട്ട് ബി കറന്റ് ദ അപ്പോസ്തോലിക് ടീച്ചിങ്. പരിശുദ്ധാത്മാ നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തോലികമായ ഉപദേശങ്ങളെ ഒരിക്കൽ പോലും, ദ ചർച്ച് ഈസ് അപ്പോസ്തോലിക്, സഭ അപ്പോസ്തോലികമാണ്, ഹോളിയാണ്. 3 ക്യാരക്ടറിസ്റ്റിക്സുകളാണ് സഭയ്ക്കുള്ളത്. 1, സഭ അപ്പോസ്തോലികമാണ്, അപ്പോസ്തോലിക ഉപദേശത്തിന് കീഴ്പ്പെട്ടതാണ്. 2, സഭ മുഴുവനായി ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന വീണ്ടും ജനിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സംഘമാണ് ദൈവസഭ. 3, സഭ യേശു കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. ജീസസ് ഈസ് ദ ഹെഡ് ആൻഡ് ചർച്ച് ഈസ് ദ ബോഡി. യേശു ശിരസും സഭ അവന്റെ ശരീരവുമാകുന്ന ഒരവയവ ഖണ്ഡ ഓർഗാനിസമാണ് ദൈവസഭ. ഈ കാര്യം ദൈവജനം മറന്നു പോകരുത്. ഇത് അപ്പോസ്തോലന്മാർ ദൈവസഭയെ പഠിപ്പിച്ചതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ അപ്പോസ്തോലിക ഉപദേശത്തിൽ വ്യതിചലിച്ചു പോകരുത്. യു ഷുഡ് റിമെമ്പർ ദീസ് തിങ്സ്. അതാണ് യൂദാപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. എന്നാൽ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. ബട്ട് there is a warning. ഇനി അടുത്ത കാര്യങ്ങൾ വാർണിംഗ് ആയി പറയുകയാണ്. There are some of the warnings, മുന്നറിയിപ്പുകൾ, നാം മുൻകരുതലെടുക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ, 5 ഇല്ലുസ്ട്രേഷൻ നമ്മെ കാണിച്ചു, 5 ഉദാഹരണങ്ങൾ. സോദോം ഗൊമോറ ഇവൻ മോശയെ കുറിച്ച് പോലും നമ്മെ കാണിപ്പറയായി തീർന്നു. രണ്ടാമതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അന്ത്യകാലത്തിലെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മെ കാണിച്ചു. മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്, അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ എഴുന്നേറ്റ് വരും. ദൈവവചനത്തെ പരിഹസിക്കുന്നവർ, ദൈവവചനത്തിന്റെ ഗാംഭീര്യം നൽകാത്തവർ, ദൈവികമായ വിഷയത്തിലുള്ള ആ പൂർണ്ണ ഗൗരവം നൽകാത്തവർ,
അങ്ങനെയുള്ള വ്യക്തികൾ ഈ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. परमेश्वर की पवित्र आत्मा और वेरी क्लियरली हमसे इस प्रकार अनुरोध करते हैं कि अंतिम समयों में ऐसी ठट्टा करने वाला व्यक्ति आ जाएंगे. നിന്ദിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്തിൽ എഴുന്നേറ്റ് വരും. പക്ഷെ അപ്പോസ്തലിക ഉപദേശം നാം ഒരിക്കലും തള്ളിക്കളയരുത്. परमेश्वर की उपदेशों को, परमेश्वर की हकीकत, परमेश्वर की सच्ची उपदेश को हम कभी त्याग नहीं करना, क्योंकि परमेश्वर की पवित्र आत्मा लास्ट समय के बारे में, अंतिम समय के बारे में इस प्रकार हमें बताते हैं कि क्या बताते हैं कि अंतिम समय में परमेश्वर की वचन को ठट्टा करने वाला, निंदा करने वाला स्कॉफर्स विल कम out. എന്താണ് സ്കോഫേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? व्हाट इज द कैरेक्टरिस्टिक्स ऑफ स्कॉफर्स? और ठट्टा करने वालों की स्वभाव क्या है? നിന്ദിക്കുന്നവർ, പരിഹാസികളുടെ സ്വഭാവം പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ രണ്ട് പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേറ്റ് അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? They all asking the questions that where is the promise of his second coming? और प्रभु यीशु मसीह के पुनरागमन के बारे में सवाल करने वाला व्यक्ति है नंबर 1 कैरेक्टरिस्टिक्स ऑफ स्कॉफर्स. സ്കോഫേഴ്സ് പരിഹാസികളുടെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയപ്പെടുന്നത് യേശു കർത്താവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവൻ വരത്തില്ല. അവൻ പണ്ടുകാലത്ത് നടക്കപ്പെടുന്ന പോലെ ഇപ്പോഴും നടക്കപ്പെടും എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഈ പരിഹാസികളെ കുറിച്ച്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 2 പത്രോസ് ലേഖനം 4-ാം വാക്യത്തിൽ അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? 2 Peter chapter 3 verse 3-4. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്ന പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. अंतिम समयों में ठट्टा करने वाला व्यक्ति ऐसे आकर इस प्रकार कहते हैं, जो उनकी पुनरागमन की वायदा कहां पर, അവന്റെ വാഗ്ദത്തം എവിടെ, അവന്റെ വരവിന്റെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികൾ, they all asking the question from their own selfishness, because they want to live in this world according to their own self interest. ഈ വ്യക്തികൾ പരിഹാസികളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവർ സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്നവരാണ്. യൂദാപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ പ്രകാരം തന്നെ അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേറ്റ് വരും. അവർ ദൈവവചനത്തിനെതിരായി परमेश्वर की वचन के विरुद्ध में, परमेश्वर की वचन को निंदा करने वाला व्यक्ति अंतिम समयों में जरूर आ जाएगा. അവരുടെ സ്വഭാവം ഈ ठट्टा करने वालों की क्या क्या कैरेक्टरिस्टिक्स है उसकी 19 और 20 आयत में दिया गया है. യൂദായുടെ ലേഖനം അതിന്റെ 19-20 വാക്യത്തിൽ പരിഹാസികളുടെ അവരുടെ എക്സിസ്റ്റൻസ്, അവരുടെ അസ്തിത്വം എന്താണെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, they always try to divide the church. അവർ കലീസിയ को फूट करने के लिए कोशिश करते. ദൈവസഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവർ, ദൈവസഭയെ 2 തട്ടിലാക്കി മാറ്റുന്നവർ, परमेश्वर की कलीसिया को 2 रीति से बनाने वाला व्यक्ति. രണ്ടാമതായി ഉപയോഗിച്ചിരിക്കുന്ന അവർ പ്രാകൃതന്മാർ, നാച്ചുറൽ മാൻ. They have no spirit. They are not subordinated to the word. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പ്രാകൃത മനുഷ്യന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നൽകിയിട്ടുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 14, 1 Corinthians chapter 1 verse 14. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. They are not subordinated to the spirits of God. They are not subordinated to the word of spirit. They will not subject to the Holy Spirit. അവർക്ക് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാൻ കഴിയത്തില്ല.
ദൈവത്തിന്റെ ആത്മാവിനെ परमेश्वर की पवित्र आत्मा के अधीन में नहीं रख सकता. They are the natural man. और सांसारिक मनुष्य, മൂന്ന് തരത്തിലുള്ള മനുഷ്യനെ കുറിച്ചാണ് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത്. നമ്പർ 1 നാച്ചുറൽ മാൻ, സെക്കൻഡ് 1 കാർണൽ മാൻ, തേർഡ് 1 സ്പിരിച്വൽ മാൻ. Carnal man means he is not subordinated. He never experienced Holy Spirit. He never experienced Jesus, personal Savior. യേശുവിനെ അറിയുകയോ യേശുവിനെ മനസ്സിലാക്കുകയോ ചെയ്യാത്ത വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന നാച്ചുറൽ മാൻ. അടുത്ത ഭാഗത്തിൽ വായിക്കുന്നത്, അത് അവന് ദൈവാത്മാവിന് ഉപദേശം കൈക്കൊള്ളത് അവന് ഭോഷത്വമാകുന്നു. ആത്മ വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. The word of God is not in a proper way to be comprehended to him. അവന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തെ തെളിയിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം it is foolishness to them. Many of the people today, many verses of the Bible, they counted it is foolishness to them because they are natural man. ഇന്ന് വേദപുസ്തകത്തിലെ പല സത്യങ്ങളും പലർക്കും ഭോഷത്വമായി തോന്നാൻ കാരണം അവർ രക്ഷിക്കപ്പെടുകയോ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയോ ചെയ്ത വ്യക്തികളല്ല. അവർക്ക് ഭോഷത്വമായി തോന്നാൻ കാരണം എന്തെന്നറിയാമോ? അവർ പ്രാകൃത മനുഷ്യനാണ്. അവർ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പരിഹാസികളാണ്. All the scoffers are natural men. 1-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും they always count the word of God is in a foolish way. അവർക്ക് ദൈവവചനത്തിന്റെ സീരിയസ്നെസ് അറിയുന്നില്ല. परमेश्वर की वचन की गहराई गंभीरता से नहीं मालूम पड़ा है. ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാത്തവർ, യേശുവിന്റെ പുനരാഗമനത്തിൽ വിശ്വസിക്കാത്ത പ്രാകൃതന്മാരായ പരിഹാസികൾ. അടുത്തവർ ആത്മാവില്ലാത്തവർ, they have no spirit in them. യൂദാപ്പോസ്തലൻ പറയുന്ന they have no spirit. അവർ ആത്മാവില്ലാത്തവരാണ്. നിങ്ങളോ 20-ാമത്തെ വാക്യത്തിൽ but for you as a spiritual man, നിങ്ങൾ ഒരു ആത്മീകൻ എന്ന വിധത്തിൽ നിങ്ങളോട് പരിശുദ്ധാത്മാ പറയുകയാണ്. ആപ്കോ परमेश्वर की पवित्र आत्मा इस प्रकार जब നിങ്ങളോ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിപ്പീൻ. വളരെ പ്രധാനമായി आपके बारे में, स्पिरिचुअल मान के बारे में, आत्मिक व्यक्ति के बारे में परमेश्वर की पवित्र आत्मा वेरी क्लियरली हमें इस प्रकार के बता. निंगलो आप एक आत्मिक व्यक्ति को, if you are a spiritual man, then God has a message for you. നിങ്ങളൊരു ആത്മീക മനുഷ്യനെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. Today if you are a spiritual man, then God has something to speak to you. आपसे कुछ बात करने को परमेश्वर इच्छा करते हैं. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയാണ്, on the basis of this holy faith, आपको परमेश्वर ने दिया हुआ पवित्र विश्वास के संबंध में एक बात आपके सामने बताना चाहता हूं. നിങ്ങളുടെ അകത്ത് ദൈവം വരച്ചിരിക്കുന്ന ഒരു ഹോളി ഫെയ്ത്ത് ഉണ്ട്. एक पवित्र विश्वास के संबंध में खुदा की आत्मा आपसे कुछ बात बोलना चाहता है. ഒന്നാമത്, you should spiritually awake yourself. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. You should build yourselves. ആത്മീക വർധന എന്ന വാക്കിന്റെ അർത്ഥം oikonomio, to build yourselves. നിങ്ങളെ തന്നെ പണിയണം. ഒരു കെട്ടിടം പണിയോട് തുല്യമായിട്ടാണ്. You should build yourselves spiritually. നിങ്ങളുടെ ആത്മീകമായ കെട്ടിടം നിങ്ങൾ തന്നെ പണിയണം. You should build yourselves spiritually. അനാത്മീകമായ ഒന്നും അതിന്മേൽ പണിയരുത്. ഒന്നേ വെള്ളി വിലയേറികൾക്ക് വിശ്വാസത്തെ കൊണ്ട് പണിയുവാനിടയായി തീരണം. രണ്ടാമതായിട്ട് ആ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. Pray in Holy Spirit. You should pray in the Holy Spirit. When you pray, your guidance should be by the Holy Spirit. നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടോ? അനവധി പ്രാവശ്യം അപ്പോസ്തലൻ പറയുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുവീൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ്, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ 17-18 വാക്യം, എഫീഷ്യൻ ചാപ്റ്റർ 6 വേഴ്സ്
18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. देखो फिलिप्पियों की पत्री 6वां अध्याय के 18 आयत में परमेश्वर की पवित्र आत्मा बताती है, आत्मा में प्रार्थना करो. Pray in spiritually. If you are not praying in spirit, you cannot survive the problem Satan put before you. आपके सामने शैतान डाला हुआ ये एडिक्शन को विजय पाने को आत्मा में प्रार्थना नहीं किया तो विजय प्राप्त होना मुश्किल होता है. നാം ആത്മാവിൽ പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം പലപ്പോഴും ആത്മീക വിജയം കൈവരിപ്പാൻ കഴിയുന്നില്ല. ആത്മീയമായി പോരാടി പ്രാർത്ഥിപ്പാൻ കഴിയണം. രാത്രി മുഴുവൻ ദൈവത്തിന്റെ ദൂതനോട് പ്രാർത്ഥനയിൽ പോരാടി യാക്കോബിനെ കുറിച്ച് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും. നേരം വെളുത്തപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് യാക്കോബിനെ ഉപേക്ഷിപ്പാൻ കഴിഞ്ഞില്ല ദൂതന്. കാരണം ഉഷസുദിക്കുന്നതിന്റെ പ്രാർത്ഥന നിർത്ത്, എനിക്ക് പോകണം. പക്ഷെ അനുഗ്രഹിക്കാതെ അവനെ വിടുകയില്ല. पूरी रात में प्रार्थना किया. याकूब की प्रार्थना में स्वर्गदूत आके वहां पर ठहरा है. अगर प्रार्थना नहीं बंद किया तो स्वर्गदूत को जा नहीं सकता. യാക്കോബിന്റെ പ്രാർത്ഥന നിർത്താതെ ദൂതനെ കടന്നു പോകാൻ കഴിയുന്നില്ല. ഉഷസുദിക്കുന്നു, ഞാൻ പോകട്ടെ. ദൂതനോട് യാക്കോബ് പറഞ്ഞ വാക്കിങ്ങനെയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രാർത്ഥനയിൽ പോരാടട്ടെ, പ്രാർത്ഥനയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൽ ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയും. ഇതുവരെയും ലഭിക്കാത്ത പ്രത്യേക അനുഗ്രഹത്തിലൂടെ ദൈവം നിന്നെ വിശ്വാസത്തിന്റെ വഴിയിലൂടെ നടത്തും. യാക്കോബ് സകലവും നഷ്ടപ്പെട്ട് അവൻ ഒറ്റയ്ക്ക് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പേര് മാറ്റിയവനെ അനുഗ്രഹിച്ചവനായ ദൈവം ഇന്നും ആത്മാവെ പ്രാർത്ഥന കരേगा तो आपकी प्रार्थना में उत्तर खुदा दे देगा. പ്രിയരെ, നാം ഇതുവരെ പ്രാപിക്കാത്ത, ഇതുവരെ ലഭിക്കാത്ത ആത്മീകമായ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കഴിയട്ടെ. ഈ അന്ത്യകാലത്ത് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ ആത്മീക ജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ, हमारी आत्मिक जिंदगी को खराब करने को, हमारी आत्मिक जिंदगी को नष्ट करने को शैतान कई तरह की एडिक्शन डालने के समय आज परमेश्वर की आत्मा से इस प्रकार बताते हैं कि आत्मा में प्रार्थना करो. ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മശക്തിയാൽ നാം പ്രാർത്ഥിക്കുക. ദൈവം തന്നെ ബലപ്പെടുത്തുവാനായിത്തീരും. അടുത്ത കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാത്തിരുന്നും നമ്മുടെ കർത്താവായ നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് दूसरी एक बात, एक अनंत जीवन के बारे में हमारे अंदर विचार होना चाहिए. We always think about the eternity. നിന്നെ അറിയുന്ന നിത്യജീവൻ, ഏകസത്യതയുമായി നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്ന നിത്യജീവൻ, एक सच्चे परमेश्वर यीशु मसीह को जानना और उनके पुत्र यीशु मसीह को जानना, वही है अनंत जीवन. യൂഹന്നാ की सुसमाचार 17 अध्याय में യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ കർത്താവിന്റെ ദാസൻ പറയുന്നത് ഇങ്ങനെയാണ്, ഏകസത്യതയുമായി നിന്നെ നീ അറിഞ്ഞിരിക്കുന്ന യേശുവിനെ അറിയുന്ന നിത്യജീവൻ. ഈ അനന്ത ജീവൻ പ്രാപ്തി करने को നമ്മുടെ അകത്ത് നിത്യജീവൻ വെച്ചിരിക്കുകയാണ്. എക്ലീസിയ സഭാ പ്രസംഗിയുടെ പുസ്തകത്തിൽ നിത്യജീവൻ നമ്മുടെ ഹൃദയത്തിനകത്ത് വെച്ചിരിക്കുകയാണ്. हमारे हृदयों के अंदर आनंद जीवन रखा गया है. वो आनंद जीवन प्राप्त करना है. ലോകം അതിന്റെ മോഹം അടിഞ്ഞു പോകുവാനിടയായിത്തീരും. നശിക്കാത്ത ഒരു നിത്യജീവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. വി ആർ വാക്കിംഗ് ഇൻ ദ ഷാഡോ ഓഫ് വി ആർ വാക്കിംഗ് ഇൻ ദ ഷാഡോ ഓഫ് എറ്റേണിറ്റി. നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രത്യാശയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. പ്രിയരെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. परमेश्वर की पवित्र आत्मा आपको इस प्रकार बताते हैं ഒരു നിത്യജീവനെ പ്രാപിക്കപ്പെടുവാൻ 4 പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച 4 പോയിന്റ്. നമ്പർ 1, അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ, ഇല്ലുസ്ട്രേഷൻസ്. രണ്ടാമത്, അനാത്മീയർ അല്ലെങ്കിൽ അന്ത്യകാലത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമതായിട്ട്, അന്ത്യകാലത്തിൽ പരിഹാസികൾ എഴുന്നേറ്റ് വരും. നാലാമതായിട്ട്, ദൈവമക്കൾ എന്തൊക്കെ ചെയ്യണം. ദൈവമക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് 20 മുതലുള്ള വാക്യത്തിൽ വായിക്കുന്ന നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം, നിങ്ങൾക്കകത്ത് വച്ചിരിക്കുന്ന ആപ്കെ ജോ വിശ്വാസ് പവിത്ര വിശ്വാസം. എന്റെ നിങ്ങളുടെ അകത്ത് ദൈവം വച്ചിരിക്കുന്ന ഒരു വിശുദ്ധ വിശ്വാസമാണ്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം.
ദൈവസ്നേഹത്തിൽ നിലനിൽക്കണം. നിത്യജീവനായി നമ്മൾ ഒരുങ്ങണം. हमारे यीशु मसीह आगमन बहुत नजदीक है. हमारे खुदा यीशु मसीह कभी नजदीक आ गया है. यूदा की पत्री पढ़कर आत्मिक जीवन आगे चलने को प्रभु आपको आशीष देंगे. प्रभु जी वचन सुनने वाले व्यक्ति के जीवन में आशीष दे. प्रभु यीशु के नाम से हमारी प्रार्थना सुनता जी, आमीन.